ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അങ്കമാലി സ്റ്റൈലില് മാങ്ങക്കറിയാണ് കേട്ടോ. നമ്മുടെ ഒരു സെലിബ്രിറ്റിന്റെ ഫേവറേറ്റ് ഡിഷ് കൂടെയാണ്. അത് ആദ്യം ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സബോല, അതുപോലെ തന്നെ പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ പെപ്പർ പൗഡർ ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നമുക്ക് കുറച്ച് തിക്നെസ് കിട്ടാനാണ്. അപ്പൊ കുറച്ച് 2 സ്പൂണൊക്കെ നമുക്ക് മല്ലിപ്പൊടി ഇടാം കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് വിനേഗിരൊക്കെ ചേർന്നിട്ട് നല്ല പോലെ തിരുമ്മി അതിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ അതിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുന്ന പോലെ നന്നായി തിരുമ്മി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമാങ്ങ നമ്മൾ ആഡ് ചെയ്യാണ്. ഞാൻ ഇതിലൊരു 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇളക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവാതെ നല്ല രീതിക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ നല്ലൊരു എന്താ പറയാ, നല്ല കൊതിപ്പിക്കുന്ന ഒരു മണം എന്ന് പറയില്ല, അതുപോലെ ഒരു സ്മെല്ല് വരും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പൊ ഞാനിവിടെ KLMന്റെ ഒരു കോക്കനട്ട് പൗഡറിന്റെ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചെറിയൊരു ചൂടുള്ള വെള്ളത്തില് നമ്മൾ ഈ പൗഡർ ഇട്ടവർക്ക് നമുക്ക് ഈ സംഭവം തേങ്ങാപ്പാലായി വരും. നമുക്ക് കട്ടിക്ക് അനുസരിച്ച് ഇതിന്റെ പൗഡർ ഇതിങ്ങനെ റേഷ്യോ മാറ്റി കൊടുക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച മാങ്ങി ഇതൊക്കെ ഇല്ലേ, ഇതെല്ലാം ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. അതിന്റെ നമ്മുടെ എല്ലാ മസാലേന്റെയും ഈ പച്ചമണം മാറിയിട്ട് അതൊന്ന് ഒതന്റിക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് കേട്ടോ. കുറച്ചു നേരം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങാപ്പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ ടൈമിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിളയ്ക്കുമ്പോൾ വിചാരിക്കും ഇത് പായുന്നു, പക്ഷെ ആയിട്ടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറഞ്ഞൊരു ഐഡിയ ആണ് കേട്ടോ. ഈ ഗ്രീൻ കളറിലല്ലേ ഈ പച്ചമുളക് അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്, അപ്പൊ അതായിട്ടില്ല. ഈ കളർ ചേഞ്ച് വരുമ്പോഴാണ് അത് ആയി, അത് കുക്കായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അപ്പൊ നമുക്ക് ഫ്ലെയിം ഒരു ചെറിയ തീയിലേക്ക് ആക്കിയിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. വെളിച്ചെണ്ണയിൽ സബോള അല്ലെങ്കിൽ ചെറിയുള്ളി ഇട്ടിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇടാം. അത് ഇതാക്കി എന്താ പറയാ, മൂപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യാ. മക്കളെ, അങ്കമാലി മാങ്ങക്കറി റെഡി. നല്ല ചോറും മാങ്ങക്കറി, ഓംലേറ്റും ഒരു ചെമ്മീൻ അച്ചാറുണ്ടെങ്കിൽ സെറ്റ്. പറഞ്ഞ പോലെ തന്നെ കുറച്ച് മാങ്ങക്കറി, കുറച്ച് ഓംലേറ്റ്, കുറച്ച് ചെമ്മീൻ അച്ചാറും കൂടി ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. നല്ലൊരു മാങ്ങക്കറി, നല്ലൊരു ഓംലേറ്റ്, പിന്നെ ഒരു സൈഡിന് കുറച്ച് അച്ചാറും. ഇതപ്പോൾ ഒന്നും ഒരു രക്ഷയില്ല. നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ച് നമുക്ക് മടുക്കുമ്പോൾ ഇതൊന്നും ട്രൈ ചെയ്തോ, അടിപൊളിയാണ്.